ഫുൾ ബോഡി നിറം വെക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കും കേട്ടോ. നമ്മുടെ ഫേസിലും ബോഡിയിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്ന ഒരു അടിപൊളി ഓയിലാണ് കേട്ടോ അത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണിച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ഓയിൽ തയ്യാറാക്കാനായി വേണ്ടത് ഒരു ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്, പിന്നെ ബീട്രൂട്ടിൻ്റെ ഒരു കാൽ ഭാഗമാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടിലും ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിയതാണ്. അത് കാരണം തന്നെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടുന്നതായിരിക്കും. സ്കിന്നിന് നിറം കിട്ടാൻ ഇത് രണ്ടും മതി. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കരുത്. നമ്മുടെ ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെ ഒക്കെ തൊലി കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഞാനിവിടെ ബീട്രൂട്ടും ഉരുളൻകിഴങ്ങും ഒക്കെ തൊലി കളയുമ്പോൾ പകുതി അതിൽ കൂടെ തന്നെ പോകും കേട്ടോ. തൊലിയുടെ കൂടെ തന്നെ ഭയങ്കര മടി എനിക്ക് തൊലി കളഞ്ഞെടുക്കാൻ. അപ്പോൾ ഞാൻ വലിയ എന്താ പറയുക കനത്തിലൊക്കെയാണ് തൊലി കളഞ്ഞെടുക്കുക. അങ്ങനെ രണ്ടും കൂടി നന്നായി കഴുകിയെടുക്കുക. അതിന് ശേഷം നമ്മുടെ ചോപ്പ് ചെയ്തെടുക്കണം. ചോപ്പ് ചെയ്തെടുത്താൽ മതി, മിക്സിയിൽ അടിക്കൊന്നും വേണ്ട. ആ ചോപ്പൻ്റെ ആ ചെറിയ വശമില്ല അതിലിട്ടിട്ട് നന്നായി ചോപ്പ് ചെയ്തെടുക്കാം. ക്യാരറ്റ് ചോപ്പ് ചെയ്തിട്ട് നൈസായി ഇനി ചോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വിരൽ അങ്ങനെ മുറിഞ്ഞോളാം വെച്ചിട്ട് ഞാൻ നിർത്താണ് കേട്ടോ ക്യാരറ്റ് ചോപ്പ് ചെയ്യൽ. അടുത്ത് നമ്മുടെ ബീട്രൂട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ക്യാരറ്റും ബീട്രൂട്ടും അങ്ങനെ ചോപ്പ് ചെയ്തെടുത്തിട്ട് ഇനി അടുത്ത ചേർക്കാൻ പോകുന്നത് നമ്മുടെ പച്ചമഞ്ഞൾ ഒരു ചെറിയ കഷ്ണമാണ് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പച്ചമഞ്ഞൾ ചേർത്താൽ മതി. ക്യാരറ്റും ബീട്രൂട്ടും എന്തായാലും എടുക്കണം. പച്ചമഞ്ഞൾ താല്പര്യമുണ്ടെങ്കിൽ അലർജി ഒക്കെ ഉള്ളവരനുസരിച്ച് എടുക്കണ്ട കേട്ടോ. ഇതൊക്കെ ചോപ്പ് ചെയ്ത് വന്നപ്പോൾ നല്ല ഭംഗി കേട്ടോ കാണാനായിട്ട്. ഇനി ഇത് നമ്മുടെ 100 ഗ്രാം വെളിച്ചെണ്ണയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ 100 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 100 ഗ്രാം വെളിച്ചെണ്ണയിലേക്കാണ് കേട്ടോ നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും അത്രയ്ക്ക് വെച്ചിട്ട് എടുത്തത്. ഇനി ഈ വെളിച്ചെണ്ണയ്ക്ക് നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോൾ നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ചതൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നിർബന്ധമാണ് കേട്ടോ. നമ്മുടെ ഒരു ചെറിയ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ആകുമ്പോൾ ഉണ്ടല്ലോ സൂപ്പർ റിസൾട്ടാണ് കേട്ടോ കിട്ടുക. അങ്ങനെ ഇതൊരു ബ്രൗൺ കളറാവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. കരിയാണ്ട് ശ്രദ്ധിക്കണം. ബ്രൗൺ കളറാകുമ്പോഴാണ് ഫ്ലെയിം ഓഫ് ആക്കേണ്ടത്. നമ്മുടെ ഓയിൽ വന്നിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് കേട്ടോ. ഇങ്ങനെ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കുക. നമുക്ക് പിടിച്ചു നോക്കുമ്പോൾ അറിയാം നല്ല ക്രിസ്പിനെസ് ആയിട്ട് ഉണ്ടാവും. അതാണ് ഇതിൻ്റെ കണക്ക്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഫ്ലെയിം ഓഫ് ആക്കുക. ഒട്ടും തന്നെ കരിയാൻ പാടില്ല കേട്ടോ. നല്ല ബ്രൗൺ കളറാക്കി എടുക്കണം. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കുക. ഇനി ഇത് ചൂടാറിയതിന് ശേഷം വേറൊരു ബോട്ടിലേക്ക് പകർത്താം. അങ്ങനെ നമ്മുടെ ഓയിലിൻ്റെ ചൂടൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ഇനി ഇത് അരിച്ചെടുക്കണം. അരിപ്പയിൽ അരിക്കുന്നേക്കാളും നല്ലൊരു കോട്ടൺ തുണിയിൽ അരിച്ചെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാത്തൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു നല്ല വൃത്തിയുള്ളൊരു കോട്ടൺ തുണി വെച്ചിട്ട് അരിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. നമ്മുടെ ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും ഉലുവേൻ്റെ ഒക്കെ സത്ത് അതിലേക്ക് വീഴാൻ വേണ്ടിയിട്ട് നല്ല ശക്തിയിൽ അങ്ങോട്ട് പിഴിഞ്ഞെടുക്കാം. നമ്മളുടെ ഓയിലിൻ്റെ കളർ കണ്ടോ. ഇതെന്ന് വെച്ചാൽ സ്കിന്നിൻ്റെ വൈറ്റനിങ് കിട്ടാൻ സൂപ്പർബാണ് കേട്ടോ. ഫുൾ ബോഡി അപ്ലൈ ചെയ്യുക ഈ ഗോൾഡൻ ഓയിൽ. അടിപൊളി റിസൾട്ട് ആയിരിക്കും കേട്ടോ. കർക്കിടക മാസമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കും. ഒരു മാസം ഇത് ഉപയോഗിച്ച് തേച്ച് കുളിച്ച് നോക്കട്ടോ. ഫുൾ ബോഡി കളർ കിട്ടുന്നതായിരിക്കും. ഞാൻ ആ തുണിയിട്ടത് ഒരു നേരമൊക്കെ തേക്കാനുള്ളതുണ്ടാവും. അതാണ് കേട്ടോ കൈമേലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇന്നത്തെ ഒരു ദിവസം മാത്രം. അപ്പോൾ ആ തുണിയിൽ ധാരാളം വെളിച്ചെണ്ണയുടെ അംശം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൈമേലും കഴുത്തിലും കാലുമേലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കിന്നിന് നല്ലൊരു തിളക്കം കിട്ടാൻ സൂപ്പർബാണ് കേട്ടോ ഈ ഓയിൽ. നല്ലൊരു ബോട്ടിൽ സൂക്ഷിച്ച് വെക്കുക. ഡെയിലി കുളിക്കുന്ന നേരത്ത് ഒന്ന് വെളിച്ചെണ്ണ മേലൊക്കെ തേച്ചൊരു മസാജ് ചെയ്ത് അരമണിക്കൂറിന് ശേഷം വാഷ് ചെയ്താൽ മതി. നല്ലൊരു റിസൾട്ടാവും കിട്ടുക. ഈ ഒരു മാസം ഒന്ന് ഉപയോഗിച്ച് നോക്കും. നല്ലൊരു തിളക്കം സ്കിന്നിന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും പോകണം കേട്ടോ. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ.